ഇന്നൊരു തേങ്ങാച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ചെറിയുള്ളി ചതച്ചെടുത്തത്, തേങ്ങ ഒരു മുറി, 2 പച്ചമുളക് നടുവായി കീറിയത്, 2 ഗ്ലാസ് അരി, 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച് ഇരിക്കുന്ന തേങ്ങയും കൂടി അതിൻ്റെ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല കൈ കൊണ്ട് നല്ലോണം തിരുമ്മി യോജിപ്പിക്കുക. ചെറിയ ഉള്ളിയാണ് നല്ലോണം ഇട്ടാൽ ഇനി തേങ്ങാച്ചോറെന്ന് പറയുന്നത് തേങ്ങ കൂടുതൽ വേണം. ഇനി നമ്മൾ നല്ലോണം തേങ്ങയും ഉള്ളിയും കൂടി അരിയും കൂടി നല്ലോണം മിക്സാക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇരിക്കുന്ന വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാച്ചോറിൻ്റെ കൂട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെക്കാം. നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് വേണ്ടാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല. ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ്, നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. തേങ്ങാച്ചോറൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. നല്ലോണം തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച പച്ചമുളകൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഞാനിതൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. ഇനി ഒന്ന് അടച്ച് വെക്കാം. ചോറ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് എടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചത് ഇതിലേക്ക് ഇട്ടുണ്ട്. ചോറ് റെഡിയായി. നമ്മളെ തേങ്ങാച്ചോറ് റെഡി.